അപ്പോൾ നമുക്ക് ഷെയർസ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ഇഷ്യൂ ചെയ്യുവാണ്. ഓക്കെ, ബൈ യൂസിങ് എ പ്രപ്പോർഷൻ ഓഫ് ഷെയർ. അങ്ങനെയാണെങ്കിൽ അതിനാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് പ്രൈസ് ലെറ്റ്സ് ജസ്റ്റ് സേ ഒരു ഷെയറിന് 3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ കേസിൽ നമ്മളത് 3ക്ക് കൊടുക്കുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, 2ക്ക് കൊടുക്കും. ക്ലിയർ? അപ്പോൾ മാർക്കറ്റ് പ്രൈസിനെയും കാട്ടിയും കുറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റ്സ് ഇഷ്യൂ നടത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ മുമ്പേ പറഞ്ഞത് ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂവിൻ്റെ കേസിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സെയിം തിങ് ആണ്, ബോണസ് പോലെ ഒരു പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ ആണ് കൊടുക്കുക. പക്ഷേ ഡിഫറൻസ് എന്താണ്, ഫ്രീ അല്ല. ഇതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യും, പൈസ എന്തായാലും വാങ്ങും. പക്ഷേ ആ എമൗണ്ട് വുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ദി മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റാണ് കൊടുക്കുന്നത്. അതായത് അവർക്ക് ഓൾറെഡി വാങ്ങിയിട്ടുള്ള ഷെയർസിനെയും കാട്ടിയും എക്സ്ട്രാ ഷെയർസ് കിട്ടുകയും ചെയ്യും. അത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ തിരിച്ചെവിടെയെങ്കിലും മറിച്ചെവിടെയെങ്കിലും വിൽക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ തൊട്ട് മുമ്പേയുള്ള മാർക്കറ്റ് വാല്യൂവിനെയാണ് എന്ത് പറയുക, റൈറ്റ്സ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു കാൽക്കുലേഷനാണ് TERP. ഓക്കെ, തിയറിറ്റിക്കൽ എച്ച് റൈറ്റ് പ്രൈസ്. ഇനി ഈ സാധനം നിങ്ങൾക്ക് FAയിൽ വളരെ റെയറായിട്ടാണ് ചോദിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ചോദിച്ചത് വളരെ കുറവാണ്. പക്ഷേ FRൽ ഓഫൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്യുക വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസിൻ്റെ ആ ഒരു സെക്ഷനിലാണ് നിങ്ങൾക്കിത് വരിക. EPS ഒക്കെ ഉള്ള സെക്ഷനിലാണ് വരിക. അപ്പം ഇവിടെ FAയിലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ടോപ്പിക്സും പോലെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. 13th ചാപ്റ്ററിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ഈവൻ ദോ ടെക്സ്റ്റിൽ പറയുന്നില്ലെങ്കിലും ഞാനൊരു സോഴ്സ് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മേ ബി ബൈ ചാൻസ് റെയർലി എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒറ്റൊരു 2 മാർക്സ്, അതായത് ഒറ്റൊരു MCQസിന് വേണ്ടി ഇത് ചോദിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഇത്രയാണ് സിറ്റുവേഷൻ. എ കമ്പനി മേക്സ് എ 145 റൈറ്റ്സ് ഇഷ്യൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഫ്രാക്ഷൻ ഫോം ചെയ്യുക. 145 എന്ന് പറയുമ്പോൾ 1/5. ഓക്കെ, അപ്പോൾ അത് എത്രക്കാണ് കൊടുത്തത്, 2.5-നാണ് കൊടുത്തത്. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട്, 3 ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട ഒരു കേസുണ്ട്. എല്ലാ 5 ഷെയർ ഉള്ള ആൾക്ക് എല്ലാ 5 ഷെയറിനും ഒരു ഷെയർ എക്സ്ട്രാ കൊടുക്കുന്ന പറയുന്നത് അല്ലേ. അപ്പം 5 ഷെയറിൽ ഒരു ഷെയർ എക്സ്ട്രാ. അപ്പോൾ ഈ 5 ഷെയർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ആണ് അല്ലേ, മുൻപേ വാങ്ങിച്ച ഷെയർ ആണ്. അപ്പോൾ മുൻപേ വാങ്ങിച്ച ഷെയർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത്, മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 3 ആണ് അല്ലേ. അപ്പോൾ മുൻപേ വാങ്ങിച്ച ഷെയറിന് 3ഉം ഇപ്പോഴും കൊടുത്ത ആ ഒരു ഷെയറിന് എത്ര വെച്ചിട്ടാണ് ഇവർ വാങ്ങുന്നത്, 2.5 വെച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് ആണ്, ഇവിടെ ഡോളർ പെർ ഷെയർ ആണ്, മാർക്കറ്റ് വാല്യൂ ഡോളർ പെർ ഷെയർ. അപ്പം ഇത്രയാണ് ഇതിനെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 5 എന്ന് പറയുന്നത് മുൻപേ വാങ്ങിച്ചു വെച്ചതാണ്, അതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ നൗ കൊടുത്തു. ഓക്കെ, ഈ 1 ഷെയർ എക്സ്ട്രാ കൊടുക്കുന്നതാണ്, അതായത് 1 for every 5 ഷെയർ. 5 ഷെയർ ഹോൾഡ് ചെയ്ത എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും, അല്ലെങ്കിൽ 5 ഷെയറുള്ള ഷെയർ ഹോൾഡേഴ്സിനും എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഓരോ 5 ഷെയർ, കമ്പനിയിലുള്ള ഓരോ 5 ഷെയറിനും ഒരു ഷെയർ എക്സ്ട്രാ. ഓക്കെ അല്ലേ. അപ്പോൾ സപ്പോസ് ഒരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറിന് 100 ഷെയർസ് ഉണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡറിന് കിട്ടുന്ന നമ്പർ ഓഫ് റൈറ്റ്സ് ഇഷ്യൂ എത്രയായിരിക്കും, 100 × 1/5 ആയിരിക്കും. ഓക്കെ, അതായത് ഇതിൽ ഓരോ 5 യൂണിറ്റ്സ് ഓഫ് ഷെയറിലും അയാൾക്ക് 1 എക്സ്ട്രാ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള 5 എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് മാർക്കറ്റ് വാല്യൂ എടുത്തു.
1 എന്ന് പറയുന്നത് റൈറ്റ്സ് ഇഷ്യൂ കൊണ്ട് അവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് റൈറ്റ്സ് പ്രൈസ് എടുത്തു. ഓക്കെ അല്ലേ? അപ്പം നമ്മളിവിടെ പെർ ഷെയർ വാല്യൂ ഒക്കെ ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും ഷെയർസിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഷെയർ വാല്യൂ, ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ വാല്യൂ എമൗണ്ട് ഓഫ് ഷെയർസ് ഇസ് ഇക്വൽ ടു എത്രയാണ്? 1 ഇൻറ്റു 2.5, 2.5 തന്നെ. 5 ഇൻറ്റു 3 15 ആണ്. സോ ടോട്ടൽ എത്രയായി? 17.5 ആയി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? പെർ ഷെയർ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവറേജ് കാണും. അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ പേര് TERP എന്നാണ്, തിയററ്റിക്കൽ എറ്റ്സ് റൈറ്റ് പ്രൈസ്. ഓക്കെ അല്ലേ? 17.5 ഡിവൈഡഡ് ബൈ 6 എത്രയാണ് കിട്ടുക? ദാറ്റ് ഈസ് 2.92. സോ ആഫ്റ്റർ റൈറ്റ്സ് ഇഷ്യൂ, ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ വേർഡിങ്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആഫ്റ്റർ റൈറ്റ്സ് ഇഷ്യൂ ഈ ഒരു ഷെയറുടെ പെർ വാല്യൂ എത്രയായിട്ട് മാറി? 2.92 ആയിട്ട് മാറി. അതിന് വേണ്ടിയിട്ടാണ് ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുകയാണ്, FAയിൽ റെയർലി ആണ് TERP ചോദിക്കാറുള്ളൂ. അതും കറണ്ട് മാർക്കറ്റ് വാല്യൂ ഒക്കെ അങ്ങനെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി FRൽ ഇതെന്തായാലും ഉറപ്പായിട്ട് വരും.